ചൂരൽമലയിൽ വെള്ളർമല സ്കൂളിന് സമീപത്തുള്ള ഈ ദുരന്തം ഈ ഉരുൾപൊട്ടൽ ഒഴുകിപ്പോയ സ്ഥലമാണുള്ളത്. അവിടെ യശോദ ചേച്ചി അവിടെ അതിജീവന ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിവിടെ ആദ്യമായിട്ട് എത്തിയതാണല്ലോ. ആദ്യമായിട്ട് എത്തുകയാണ്. അപ്പോൾ മക്കൾ ഇവിടെ ഒന്ന് കാണണം, ഇനി ഇവിടെ ഈ ഏരിയ ഒന്നും ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇതായിരുന്നു വീട്, ഇതെൻ്റെ തറവാട് ഒക്കെ ആദ്യം കണ്ട ഒരു സ്ഥലമേ അല്ലത്. ഞങ്ങൾ അത്ര നല്ലൊരു സ്ഥലമായിരുന്നു. എൻ്റെ വീട്ടിലെ ഒരു അടയാളം തെങ്ങ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ തറവാട്ടിൽ. ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. മരവിച്ച മനസ്സായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ഭാഗം കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ 10-30 വർഷം കഴിഞ്ഞു. കുട്ടിക്കാലം മുതലേ ഇവിടെയാണ്. ഞങ്ങൾ ജനിച്ചു വളർന്നത് മുണ്ടക്കയിൽ. ആ മുണ്ടക്കയും പോയി പിന്നെ ഇങ്ങോട്ട് വന്ന് വീടൊക്കെ വെച്ച് ഞങ്ങളൊക്കെ ചെറുപ്പം. എൻ്റെ അമ്മ, ഞങ്ങൾ 9 മക്കളാണ്. അതിൽ അച്ഛൻ മരിച്ചിട്ട് ഞങ്ങളൊക്കെ നല്ലോണം കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഒരു ചെറിയ വീടായിരുന്നു. ആ വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ 10-30 വർഷം കഴിഞ്ഞു. ആ വീട്ടിലാണ് ടെറസിൻ്റെ മുകളിൽ കയറി നിന്നു. പിന്നെ അവിടെ നിന്ന് രണ്ടാമത് ഉരുളോട്ടി ഒച്ച സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ നേരെ മേലെ കാട്ടിക്കൂടെ ഓടി. എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ്, എൻ്റെ തറവാടാണ്. അവിടെ നിന്ന് എൻ്റെ 2 ആങ്ങളമാർ, അവരെ 5 മക്കൾ, പിന്നെ എൻ്റെ മേലെ ഒരു ആങ്ങളുണ്ട്, അതിൻ്റെ മോള് പോയി, ചേച്ചി പോയി. അവരൊക്കെ ഈ ഇടത് സൈഡായിരുന്നു, പുഴ സൈഡായിരുന്നു. എല്ലാവരും പോയി. അവരെ 5 ആളെ ഇനി കിട്ടിയിട്ടുള്ളൂ. രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല. രക്ഷപ്പെടാൻ പറ്റിയില്ല. അവർ ഉറങ്ങിപ്പോയി തോന്നുന്നുണ്ട്. ഉറങ്ങിപ്പോയി. കിട്ടാവുന്നതൊക്കെ ശേഖരിക്കുകയാണ്. പഠനത്തിൻ്റെ രേഖകളൊക്കെ ഞങ്ങളെ വീട് ഇതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓടി ആ വീട്ടിലേക്ക് ഓടി കയറിയായിരുന്നു ആദ്യം. പിന്നെ അവിടെ നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ തങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ കാട്ടിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞങ്ങളെ കൂടെ മാമൻ്റെ ചെറിയ കുഞ്ഞുണ്ടായിരുന്നു, അവർക്ക് 2 വയസ്സ്. അതിനെയും കൊണ്ടാണ് ഞങ്ങൾ ഓടുന്നത്. പിന്നെ ഈ സൈഡിലാണ് അമ്മയുടെ റിലേറ്റീവ്സ് എല്ലാം ഉള്ളത്. അമ്മയുടെ ചേച്ചിയുടെ ഫാമിലി, ചേച്ചിയുടെ മോള്, ചേച്ചിക്ക് 2 വയസ്സുള്ളൊരു കുട്ടീനായിരുന്നു. അമ്പാടി എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവരെല്ലാവരും പോയി. അമ്മയുടെ റിലേറ്റീവ്സ് ഒരു 10-11 ആളോളം പോയി. ഞങ്ങൾ ഇവിടെ 10 വരെ ഇവിടെ പഠിച്ചതാണ്. ആ സ്കൂളൊക്കെ ഇപ്പോൾ വരുന്ന വഴിയിൽ കണ്ടപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അത്രയും കളിച്ച് ചിരിച്ച് അത്ര സന്തോഷത്തോടു കൂടി നടന്ന ഒരു സ്ഥലമൊന്നുമല്ല ഇപ്പോൾ. ഒരു കുടുംബം പോലെ കഴിഞ്ഞത്. അത്രയ്ക്കും ഒരു എന്തെന്നാ പറയാതെ അറിയില്ല. ഇനി അങ്ങനെ ഒരു കിട്ടുമെന്നറിയില്ല. ആരെയും ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ആരെയും വീട് വരെ മനസ്സിലാവണില്ല. ഇഷ്ടം പോലെ സ്ഥലം കിട്ടുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലം കിട്ടണമെന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടുപോയാലും. ഒരു 7 ദിവസം കഴിഞ്ഞു. അതിനുശേഷം ആദ്യമായൊക്കെ പലപ്പോഴും പല ആളുകളും തങ്ങൾ വസിച്ചിരുന്ന, തങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയിരുന്ന ഇടങ്ങൾ ഒന്ന് അവസാനമായി, ഇനി ഒരു പക്ഷേ അവർക്ക് ഇനി കാണാൻ കഴിഞ്ഞേക്കില്ല, അവസാനമായി ഒന്ന് കാണുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ച് ഈ ചുരൽമലയിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.